മുറി കയറുക മാത്രമല്ല നിന്നെയൊക്കെ അതിനകത്തിട്ട് കത്തിക്കുകയും ചെയ്യും. ഇനി വേണ്ട. നീ എന്റെ മുന്നിൽ വെച്ച് ഇപ്പൊ അവളെ തല്ലിയപ്പോ ഞാൻ മിണ്ടാതെ നിന്നത് ഞാൻ പറഞ്ഞിട്ടായാലും അവള് ചെയ്തത് തെറ്റാണെന്ന് എനിക്കിവിടെ തോന്നിയതുകൊണ്ടാ. ഇനി ഇവളെ ഉപദ്രവിക്കാനാണെങ്കിൽ നിന്റെ അനിയത്തിയുണ്ടല്ലോ മുകളില്, അവളെ ഞാനും അടിക്കും. ഗർഭിണിയായ അവക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് മോള് മിണ്ടാതെ നിന്നോ. ഈ ഇടത്തി ഓരോന്ന് ചെയ്യുമ്പോ കണ്ടോണ്ട് മിണ്ടാതെ നിക്കണം. എന്നെ തോൽപ്പിക്കാൻ മാത്രം ഇനി നിന്റെ ഒന്നും അവശേഷിക്കുന്നില്ല. നീ ഇപ്പോഴേ വലിയൊരു പൂജയാ, വട്ടപൂജ. ആ വട്ടത്തിനകത്തെ നീ നിൽക്കാവൂ. അതിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിയുമ്പോഴൊക്കെ ഞാൻ നിന്റെ മുന്നിലുണ്ടാവും. താങ്ക്സോ? എന്തിന്? അത് ഞാനൊരു അച്ഛനാകാൻ പോവല്ലേ. നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നോടെ ഞാനൊരു അച്ഛനാവുമല്ലോ, അതിനാ താങ്ക്സ് പറഞ്ഞേ. അമ്മയാവുന്നതിന്റെ സന്തോഷമുണ്ടെങ്കിലും ഒരു കാര്യത്തില് എനിക്ക് നല്ല വിഷമമുണ്ട്. ഈ ഒരു അവസ്ഥയിലാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത്, അതും വലിയ പ്രശ്നങ്ങളും പിണക്കും ഒക്കെ ആയിട്ട്. ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. അതെ, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാ നിനക്ക് വിഷമം തോന്നുമോ? എന്താ? ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ജീവിക്കണമെന്ന്. അതിനുവേണ്ടി നമ്മൾ കുറെ കഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ എല്ലാ ബലം വന്ന പോലെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചതാ ഈ മുറിയിലുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ ബോണസ് എന്താന്ന് വെച്ചാ നമ്മൾ ഒരുമിച്ചപ്പോ തന്നെ നമുക്ക് അച്ഛനമ്മ ആവാൻ പറ്റില്ലേ? പൊക്കോണം ഇവിടുന്ന്. ബാക്കിയുള്ളവർ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. അന്നെന്റെ ബോധം പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നീ ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടി. അപ്പൊ നീയോ? ഞാൻ അതിനു മുമ്പേ ഞെട്ടി നിൽക്കുമായിരുന്നല്ലോ. എന്തിന്? നിന്റെ ബോധം പോയപ്പോ തന്നെ ഞാൻ ഞെട്ടി. അതെന്താ, നിനക്ക് ഞാൻ ഗർഭിണിയാണെന്ന് വല്ലതും തോന്നിയോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ നിനക്ക് ബോധം ഉണ്ടെന്ന് മനസ്സിലാക്കി ശരിക്കും ഞാൻ ഷോക്കായി. അതെന്താ? എന്നെ കളിയാക്കിയതാണല്ലേ? ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് മൊത്തത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യണം. നമുക്കൊന്നും പ്ലാൻ ചെയ്യണ്ട. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിനെയും സ്വപ്നങ്ങളെയും നിയന്ത്രിക്കേണ്ട ആള് ദേ ഇവിടെയുണ്ട്. ഇനി നമ്മളെ ജീവിക്കേണ്ടത് ഈ ആൾക്ക് വേണ്ടിയാ. ശരിക്കും ഇതൊരു വല്ലാത്ത ഫീലാണല്ലേ. ആരെയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തരം സന്തോഷവും സ്വപ്നവും ഒക്കെ ആയിട്ടുള്ളൊരു കാത്തിരിപ്പ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇരട്ടക്കുട്ടികളായിരിക്കും. അതെന്താ അങ്ങനെ തോന്നാൻ? എനിക്ക് തന്നോടുള്ള ഇഷ്ടം വെച്ച് ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയതാ. ഓ, അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ. വയറ്റിൽ എന്റെ കുഞ്ഞിനോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം. പോ സന്ദീപ്. അയ്യടാ, പെണ്ണിന് നാണം. ദേ, ഇഷ്ടാണോ അത് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ച് നിങ്ങൾ രണ്ടുപേരും എന്നെ വീർപ്പ് മുട്ടിക്കരുത്. രണ്ടുപേരോ? അതാരാ ഇഷ്ടമാണോന്ന് ചോദിച്ച് വീർപ്പ് മുട്ടിക്കുന്ന രണ്ടുപേര്? ഇനിയും കാട് കയറി ചിന്തിക്കണ്ട. ഒന്ന് താനും ഒന്ന് ദാ ഇയാളും. താനെന്തിനാ എന്നെ തള്ളി മാറ്റിയത്?
ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തു. ഞാൻ തലകൊണ്ട് വെച്ചപ്പോ താൻ എന്നെ തള്ളി മാറ്റില്ലേ? ഇല്ലാന്നേ. ദേ എന്റെ കൈ ഇവിടെ അല്ലേ ഇരിക്കുന്നെ. ആ അത് ശരി, ഇപ്പൊ മനസ്സിലായി. എന്ത് തള്ളി മാറ്റിയതേ ആരാടെന്ന്? ആരാ? ദേ ഇയാള്. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്നുന്നു? ധൈര്യമായിട്ട് പറഞ്ഞു. നീ കുറച്ച് ഓവറല്ലേ എന്നൊരു സംശയം. സംശയിക്കണ്ട, ഓവർ തന്നെ. അതേ, കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിനുള്ള ഒരു അച്ഛന്റെ സന്തോഷമായി കണ്ട് അമ്മ അതങ്ങ് സഹിച്ചേക്ക്. ശരി അച്ഛ. കുഞ്ഞ് ജനിച്ച ശേഷവും അമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ. ഓ അതുണ്ടാവും. ആദ്യം കണ്ടതും സ്നേഹിച്ചതും അമ്മയല്ലേ. ഈ അമ്മ കഴിഞ്ഞിട്ട് എനിക്കാരും ഉള്ളൂ. മനസ്സിലായോ? ഈ പൊട്ടിച്ചിരി ഞാൻ നിർത്തി തരാടി. നീ പ്രസവിക്കുന്നതോ അമ്മയാവുന്നതോ ഒക്കെ എനിക്കൊന്ന് കാണണം. നീ പ്രസവിക്കുന്നത് പോയിട്ട് ജീവനോടെ കാണുമോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും. 10 മാസം പോയിട്ട് ഈ മാസം നീ ഗർഭിണിയായി തികക്കില്ലടി. ആദ്യം വയറ്റിലുള്ളതിന്, പിന്നെ നിന്നെ കൊല്ലു ഈ അനഘ. സാറേ, സാറേ, ഹരി സാറേ, സാറേ, ഹരി സാറേ, 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 എന്താ നന്ദൻ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? സാർ, ശരിക്കും എനിക്ക് ബോറടിക്കുന്നുണ്ട്. ബോറടി നല്ല പറയേണ്ടത്. ഇത്രയും വർഷം പുറം ലോകം കാണാതെ അനുഭവിക്കേണ്ടതല്ല അനുഭവിച്ചാ ഞാൻ ജീവിച്ചത്. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പകയായിരുന്നു എൻ്റെ ഉള്ളിൽ മുഴുവൻ. പക്ഷേ ഇവിടെ ഇങ്ങനെ വെറുതെ ഒന്നും ചെയ്യാനാവാതെ ഇരിക്കുമ്പോൾ പകയും ധൈര്യമൊക്കെ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നൊരു സംശയം. ഇത്രയും വർഷം ഞാൻ അറിയാത്ത നാട്ടില്, അറിയാത്ത സ്ഥലത്ത്, പുറം ലോകം കാണാതെ ജീവിച്ചു. പണ്ടെങ്ങോ ഞാനോ പൂർവികരോ ചെയ്ത നന്മയുടെ ഫലമായിട്ട് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ഇത്രയും കാലം ഞാൻ ജീവിച്ച സ്ഥലം അതുപോലൊക്കെ തന്നെയാ ഇതൊന്നും. ചുറ്റും ആൾക്കാരും
കയ്യിലും കാലിലും ബന്ധനങ്ങളില്ലാന്നത് ഒഴിച്ചാൽ അവിടെ എവിടെയും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല സാർ. നന്ദൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്. തന്നെ ആരും ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഈ കഥകിങ്ങനെ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നത് അത് നന്ദന് വേണ്ടിയിട്ടാ. എപ്പോ വേണമെങ്കിലും തന്റെ ശത്രുക്കൾ താൻ ഇവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ അവര് നന്ദനെ നിഷ്പ്രയാസം കൊല്ലും. ഇത് ഞാൻ പറഞ്ഞതല്ല, താൻ തന്നെ മുൻപെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിവിടെ ഉള്ളപ്പോ തന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലട നന്ദ. നന്ദന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പയ്യെ തിന്ന പനയും തിന്നാമെന്നുള്ള പഴഞ്ചൊല്ല് മുൻനിർത്തി നന്ദനോട് ഞാൻ പറയുകയാണ്, എടുത്തു ചാടുന്നത് അപകടം തന്നെയാണ്. തീർക്കേണ്ടത് കുടുംബത്തോടുള്ള കടപ്പാടാണെങ്കിലും ശത്രുക്കളോടുള്ള വാശിയായാലും ചുവടൊന്നും മാറ്റിപ്പിഴച്ചാലേ നന്ദൻ ചെന്ന് വീഴാൻ പോകുന്നത് വലിയൊരു കുഴിയിലേക്കായിരിക്കും. സാറ് പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. എത്രയെന്നും പറഞ്ഞ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് സമയം കളയും തോറും എന്റെ കുടുംബക്കാർക്ക് അപകടം ഉണ്ടായെന്ന് വരും. എന്റെ അച്ഛന്, സഹോദരങ്ങൾക്ക്, അവസാനം എനിക്ക്. എന്റെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും സാധിച്ചില്ല എന്ന് വരും. നന്ദ, സാർ, അന്ന് ഞാൻ പശ്ചാത്തപിക്കേണ്ടി വരും ഇപ്പൊ പാഴാക്കുന്ന ഈ സമയത്തെക്കുറിച്ച് ഓർത്ത്. നന്ദന്റെ മാനസികാവസ്ഥ അതേപോലെ മനസ്സിലാക്കി തന്നെ ഞാൻ പറയാം. താൻ തന്റെ വീട്ടിലേക്ക് എത്തുന്ന നിമിഷം ശത്രുക്കൾ തന്റെ മുന്നിലേക്ക് വരും. അവരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി വിജയിക്കാമെന്നത് അത്ര നിസ്സാരമായ ഒന്നല്ല എന്ന് എന്നേക്കാൾ ബോധ്യം നന്ദനുള്ളതുകൊണ്ട് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് പോകാം. ഇവിടെ കൈക്കരുത്തിന് പകരം ഉപയോഗിക്കേണ്ടത് ബുദ്ധിയാണ്, കൗശലമായ ബുദ്ധി. ഞാനെന്തായാലും ഒന്നുകൂടി അന്വേഷിക്കട്ടെ ആ നാട്ടിലെ അവസ്ഥയെപ്പറ്റി. എല്ലാം കൊണ്ടും അനുകൂലമാണെങ്കിൽ മാത്രം നമുക്ക് പോകാം. ഞാൻ കൊണ്ടുചെന്നാക്കാം നന്ദനെ നന്ദന്റെ അച്ഛന്റെ മുമ്പിൽ. അതുവരെ മറ്റൊന്നും ആലോചിക്കാതെ നന്ദൻ ഇവിടെ കഴി. അവന്തികേ, അവന്തികേ, എന്താ അച്ഛാ? നമ്മുടെ ഓഫീസ് ഫയലുകൾ അതൊക്കെ. ഇത് നോക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ മാത്രം. ശരി അച്ഛാ. അല്ലെങ്കിൽ നീ നോക്കി വെരിഫൈ ചെയ്താൽ മതി. എനിക്ക് കാണണമെന്നൊന്നുമില്ല. കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാലും ചോദ്യത്തിനും പറച്ചിലിനും ഒന്നും നിൽക്കണ്ട. ആ, ഫയലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തേക്ക്.
കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? പണം കൊടുത്താൽ സമാധാനവും സന്തോഷവും കിട്ടില്ലല്ലോ. നിന്റെ കണക്കൂട്ടലുകൾ തന്നെ തെറ്റാ. ആദ്യം ആ തെറ്റിയ കണക്കൊക്കെ ഒന്ന് ശരിയാക്ക്, എന്നിട്ടാവാം കോടികളുടെ കണക്കൊക്കെ. എന്നിട്ട് പോടി. ആഹാ, പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നോ? ഇതെന്താ തന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? തന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞു? താൻ എന്താ കാര്യമെന്ന് പറയും. താൻ നിൽക്കേ, ഞാനൊന്ന് താഴെ പോയിട്ട് വരാം. എടോ, താനെന്താ കാര്യമെന്ന് പറയും. അച്ഛൻ വല്ലാണ്ട് മാറിപ്പോയി സച്ചേട്ട. ഒരു കാര്യത്തിലും എന്നെ അടുപ്പിക്കുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും തന്നോട് മാത്രം എന്താ അച്ഛൻ ഇത്ര ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അച്ഛൻ എന്നോടൊന്നും മിണ്ടാതിരുന്നപ്പോ എനിക്ക് വിഷമം താങ്ങാനായില്ല. അതാ ഇനി സച്ചേട്ടൻ ചോദിക്കാനൊന്നും പോണ്ട. ചോദിച്ചാലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയുന്നത്. ഇനി അതും കൂടി കേട്ട് വിഷമിക്കാൻ എനിക്ക് വയ്യ. എല്ലാം വരും പോലെ വരട്ടെ സച്ചേട്ടാ. പക്ഷെ ഉടനെ തന്നെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. സച്ചേട്ടൻ നോക്കിക്കോ. അമ്പിളി, എനിക്കൊരു ജ്യൂസ് വേണം. ഞാനിപ്പോ ഉണ്ടാക്കി തരാം. അതെ അമ്പിളി. ഓ, എനിക്ക് പപ്പായ ജ്യൂസ് മതി കേട്ടോ. ശരി.